ഹലോ, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? അതെ, ഇന്ന് നമ്മൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകണം. ഊട്ടിയിലേക്ക് പോകാനായിട്ട് മെയിനായിട്ട് രണ്ട് വഴികളാണുള്ളത്, കോത്തഗിരി വഴിയും കൂനൂർ വഴിയും. നമ്മൾ പോകുന്നത് കോത്തഗിരി വഴിയാണ്. നമ്മളൊരു 12 മണി കഴിയാറായപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ടുള്ള പോയിന്റും ഉണ്ട്. ഇത് അടയാർ ആനന്ദ് ഭവൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഫുഡൊക്കെ കഴിഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് മേട്ടുപ്പാളയം കോത്തഗിരി റോഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ മരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഈ വൈറ്റ് പെയിൻറ് അടിച്ചു വെച്ചിരിക്കുന്നത് ഈ രാത്രിയിലൊക്കെ വണ്ടികൾ പോകുമ്പം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് സൈഡിലൊന്നും മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചില സമയങ്ങളിലൊക്കെ കുരങ്ങുകളൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കോത്തഗിരി ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ അപ്പുറം പോകാനായിട്ട് നമ്മൾ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ്, ബോട്ടിൽസ് ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികൾക്ക് മാത്രം പാസ് ആവശ്യമില്ല. പക്ഷേ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കടത്തി വിടുകയുള്ളൂ. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഈ ലാവൻഡർ പൂക്കൾ നമ്മൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഊട്ടി കോത്തഗിരി റോഡ്. കോത്തഗിരി എത്തുന്നതിന് മുന്നായി നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ യാതനം വാട്ടർഫോൾസിൽ നമ്മൾ എത്തുന്നത്. അങ്ങനെ ആ താഴെ കാണുന്നതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ. അവിടെ നമ്മൾ ടീ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ നടന്ന് നമ്മൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തണം. അങ്ങനെ ഈ വെയിലെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് എസ്റ്റേറ്റിൻ്റെ ടോപ്പ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാതറിൻ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് പോകുന്നത്. ആക്ച്വലി ഇത് കാതറിൻ വാട്ടർഫോൾസിലേക്കല്ല നമ്മൾ പോകുന്നത്, അതിൻ്റെ ഒരു കൈ വഴിയിലേക്കാണ് പോകുന്നത്. ഇവിടെ പിന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നോ ട്രെസ്പാസസ് അലൗഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ആൾക്കാർ ഇതുവഴിയാണ് വാട്ടർഫോൾസിൻ്റെ കൈ വഴിയിലേക്ക് ഇറങ്ങി പോകുന്നത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വേണം നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ. ടോപ്പ് പോർഷനിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണിത്. അങ്ങനെ നമ്മൾ ടീ എസ്റ്റേറ്റിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കാതറിൻ വാട്ടർഫോൾസിൽ നമ്മൾ എത്തുന്നത്. പക്ഷെ കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാതറിൻ വാട്ടർഫോൾസിൻ്റെ കൈവഴി എന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആക്ച്വലി കാതറിൻ വാട്ടർഫോൾസിൽ ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് റിയലി കാതറിൻ വാട്ടർഫോൾസ്. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി വന്ന് എസ്റ്റേറ്റിൻ്റെ ടോപ്പിൽ തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. മരങ്ങളും കാടുകളും മലകളും എല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്യമൃഗങ്ങളും കാട്ടുപോത്തുകളും കരടികളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകൽ സമയങ്ങളിലോ വെയിലുള്ള സമയങ്ങളിലോ മാത്രമേ നമ്മളിവിടെ എത്തിച്ചേരാവുള്ളൂ. കഴിവതും നമ്മൾ ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീണ്ടും മലയൊക്കെ ഇറങ്ങി വന്ന് ടീ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തി വരികയാണ്. അപ്പോഴാണ് നമ്മളൊരു കുഞ്ഞു വീട് കണ്ടത്. വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയ വഴിയിലാണ് നമ്മളൊരു കുട്ടി വീട് കണ്ടത്. പള്ളിപ്പടർപ്പുകളെല്ലാം കീറിക്കിടക്കുന്ന ഒരു കുഞ്ഞു വീട്. അങ്ങനെ നമ്മൾ ടീ എസ്റ്റേറ്റിലൂടെയും മരങ്ങൾക്കിടയിലൂടെയും മലകൾക്കിടയിലൂടെയും എല്ലാം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി പോകുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ മരങ്ങൾ നിൽക്കുന്നതും. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് നമ്മൾ ആദ്യം കണ്ടുവച്ച ലാവൻഡർ നിറത്തിലുള്ള പൂക്കൾ കണ്ടത്. ഇതിനെപ്പറ്റി നമ്മൾ അവിടെ വെച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പം പറഞ്ഞൊരു വാഗ മരത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട
നീലവാക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൃക്ഷമാണിത്. ഇതിൻ്റെ ഇലകളെല്ലാം ഈ ഫെബ്രുവരി, മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെ ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് പൂക്കൾ മാത്രമായിട്ട് നിൽക്കും. നല്ല തുലഞ്ഞ് നിൽക്കുന്ന നീലവാകയിൽ നിന്നും അതിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് കോട്ടഗിരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടഗിരിയിൽ നിന്ന് നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക്